സ്വാഗതം. ഇത് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ലിവർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇത് കുരുമുളക് ഇട്ടിട്ട് വരട്ടിയെടുക്കണം കേട്ടോ ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കിതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. സവോള അരിഞ്ഞെടുക്കുമ്പോൾ നല്ല കനം കുറച്ച് അരിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ മെയിനായിട്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പൊ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതായത് ഫെനൽ സീഡ്സ്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് ഈ സമയത്ത്, അതായത് വഴറ്റണ സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും ഇത്. ഇനി നമ്മൾ ചേർക്കണ്ട കുറച്ച് കഴിയുമ്പോൾ, ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തോന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴന്നു വരട്ടെ. സവോള വഴന്നു വരണം, ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരണേ സവോള വഴച്ചെടുക്കണം. അതോടൊപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. ഇപ്പൊ കണ്ടില്ലേ, സവോള നല്ലപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിപ്പോ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് കണ്ടു നോക്കി കേട്ടോ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഗരം മസാലയ്ക്ക് അനുസരിച്ച് അതിന്റെ ഫ്ലേവറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ ഇത്ര അളവിൽ ചേർക്കണ്ട കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് ഒന്ന് മാറി വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇതിന്റെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ലിവർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/2 കിലോ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് വരും. പിന്നെ ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിനിയിപ്പോ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ അതുകൊണ്ട് കുക്കായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് അളവിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ലിവറൊന്നും കുക്കാവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരുപാട് അങ്ങോട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് അങ്ങോട്ട് ഹാർഡായിട്ട് തന്നെ വരും. ഇനി ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം നമുക്ക്. കണ്ടില്ലേ, ഇതൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു വെള്ളം തന്നെ മതിയാവും കേട്ടോ ഇത് കുക്കായിട്ട് വരാൻ. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും ടേസ്റ്റിലും വ്യത്യാസം വരും. അതുപോലെ പിന്നെ ഇതൊക്കെ വറ്റിച്ചെടുക്കും വേണ്ട. അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കുറച്ച് പ്രാവശ്യം. കണ്ടില്ലേ, ഇപ്പോൾ ഈ ലിവറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്ന് വരട്ടിയെടുക്കാം, ഡ്രൈ ആക്കി എടുക്കാം കുറച്ചും കൂടി. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം കേട്ടോ. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ തന്നെയാണ് കേട്ടോ. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ലിവർ ഇഷ്ടപ്പെടുന്നവർക്കും. നിങ്ങൾക്കിപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഈ സമയത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത് തന്നെ മതി. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി തന്നെയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ വരട്ടിയെടുക്കില്ലേ, ആ സമയത്ത് എണ്ണ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് എണ്ണ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കോഴിയുടെ ലിവർ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.